എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയ്യിലുണ്ടായിരുന്ന ബാഗിന്റെ സിപ്പ് തുറന്ന് ആ പഴം അങ്ങോട്ട് പുറത്തെടുത്തു. ബാഗ് മടിയിലുണ്ടായിരുന്നത് കൊണ്ട് സുഖമായി എടുക്കാൻ പറ്റി. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയുമില്ല. എന്നാൽ ഞാനത് പുറത്തെടുത്തതും സാറച്ചെടുത്തി അത് കണ്ടു. അവർ എൻ്റെ മുഖത്ത് ആ ബസ് യാത്ര എനിക്ക് സമ്മാനിച്ചത് പുതിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്ത് എനിക്ക് ഒന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അവിടെ ചേട്ടത്തി ഉണ്ടായിരുന്നു. ഞാൻ മനോജ്, 25 വയസ്സ്, വെളുത്ത നിറവും ആവശ്യത്തിന് വണ്ണവും പൊക്കവും, പിന്നെ അവിവാഹിതനുമാണ്. എറണാകുളം ജില്ലയിലാണ് വീട്. കല്യാണം ജോലി കിട്ടിയിട്ട് മതി എന്ന് കരുതി മാസങ്ങൾ തള്ളി നിൽക്കുന്ന സമയത്താണ് PSCയിൽ നിന്ന് അപ്പോയിൻമെന്റ് ഓർഡർ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ക്ലബ് പരീക്ഷയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയിലാണ് നിയമനം. വില്ലേജ് ഓഫീസിൽ. അങ്ങനെ അങ്ങോട്ട് പോകാൻ എല്ലാം റെഡിയാക്കി. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞു. KSRTC ബസ്സിലായിരുന്നു യാത്ര. നല്ല തലവേദന ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സൈഡ് സീറ്റിൽ പോയി തല കൊണ്ടിട്ട് കിടന്നു. ബസ് എടുക്കാറായപ്പോൾ തൊട്ടടുത്ത് ഒരു മെലിഞ്ഞ മനുഷ്യൻ വന്നിരുന്നു. ആ സീറ്റിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലും ഒരു വലിയ കമ്പി സീറ്റിനരികിലുണ്ട്. വണ്ണമുള്ള ഒരാൾ വന്നിരുന്നാൽ ആകെ ഞെരുക്കമാവും. ഞാൻ ടിക്കറ്റ് എടുത്ത് തല കൊമ്പിട്ട് വീണ്ടും കിടന്നു. ഒന്ന് മയങ്ങിപ്പോയി. സീറ്റിലാകെ ഒരു ഞെരുക്കം അനുഭവപ്പെട്ടു തുടങ്ങി. ഞാൻ പതുക്കെ തല പൊതിച്ചു നോക്കി. ഒരമ്മായി ഈ സീറ്റിൽ വന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴുള്ള പോലെ അല്ല, ബസ്സിൽ നല്ല തിരക്കായിരിക്കുന്നു. ഞാൻ പതുക്കെ അവരെ ഒന്ന് നോക്കി. അവരൊന്ന് ചിരിച്ചു. ഞാനും ഒരു പുഞ്ചിരി അവർക്ക് കൊടുത്തു. തലവേദനയൊക്കെ പമ്പ കിടന്നു. ഒറ്റ നോട്ടത്തിൽ വാണി വിശ്വനാഥ് പോലെ ഒരു രൂപം. കണ്ടാൽ ഒരു 40-45 വയസ്സ് പറയും. ഞാൻ നല്ല ഞെരുക്കത്തോടെയാണ് ഇരുന്നിരുന്നത്. ഞാൻ വേഗം സീറ്റിന് താഴെ വെച്ച ബാഗ് എടുത്ത് മടിയിൽ വെച്ചു. എത്ര നേരമായി ഇവർ കയറിയിട്ട് എവിടെ ഇറങ്ങും എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ ബസ് ഒരു വളവ് തിരിഞ്ഞു. അവർ എൻ്റെ ദേഹത്തോട് ചാഞ്ഞു. വളവ് നേരെ ആയപ്പോൾ ഞാൻ തിരിച്ചു. അല്പം കഴിഞ്ഞ് അവർ എന്നോട് ചോദിച്ചു, മോൻ എവിടെ ഇറങ്ങും? അവരുടെ ചോദ്യം എൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ഞാൻ പണിയാരത്തിറങ്ങും. ഞാൻ വിക്കി പറഞ്ഞു. ചേച്ചി എവിടേക്കാ? ഞാനും പണിയാരത്തേക്ക് തന്നെ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അവർ കോട്ടയം പോയിട്ട് വരികയാണ്. ഭർത്താവ് ബാക്കിലുണ്ട്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. സാറാമ്മ എന്നാണ് പേര്. ഞാൻ എറണാകുളമാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ജോലിക്കാണ് പോകുന്നതെന്ന് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ് യാത്ര തുടർന്നു. എൻ്റെ വിവരങ്ങൾ അവർ ചോദിച്ചറിഞ്ഞു. മണിക്കൂറുകൾ ഞങ്ങൾ സംസാരിച്ചു. ഇടയ്ക്ക് അവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, സാറാമ്മ ചേട്ടനെ വിളിച്ച് ഇവിടെ ഇരുത്തിക്കോ, ഞാൻ ചേട്ടൻ്റെ സീറ്റിൽ ഇരുന്നോളാം. ആ സാറ് ചേട്ടത്തി, ചേട്ടനെ വിളിച്ച് ഇവിടെ ഇരുത്തിക്കോ, ഞാൻ ചേട്ടൻ്റെ സീറ്റിൽ ഇരുന്നോളാം. ആ സാറ് ചേട്ടത്തി എന്നുള്ള വിളി അവർക്ക് നന്നായി ബോധിച്ചു. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട മനോജെ, അങ്ങേരെ കോഴിക്കോട് സ്റ്റാൻഡിൽ എന്നെ നിർത്തി ബാറിൽ പോയി കഴിച്ചു. എന്നിട്ടാണ് ബാക്കി പോയി കിടക്കുന്നത്. 8 മണിയാകുമ്പോൾ 365 ദിവസവും ഈ കുളി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ ഇത്. പാവം ചേട്ടത്തി, ഞാൻ ഓർത്തു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലെ സീറ്റിൽ ഒരു മെലിഞ്ഞ വയസ്സൻ. അവരുടെ കല്യാണം 17 വയസ്സിൽ കഴിഞ്ഞുവെന്നും ഒരു മകളുള്ളത് 20 വയസ്സായി എന്നൊക്കെ അവർ പറഞ്ഞു. കുടി നിർത്താനുള്ള മരുന്ന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടത്തി പറഞ്ഞു, ഇനി കുടി നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ജീവിതമൊക്കെ കഴിയാറായി. അവരുടെ മുഖത്ത് നിരാശ പറഞ്ഞു. ഞാൻ ചെവിയിൽ പതുക്കെ പറഞ്ഞു, സാറ് ചേട്ടത്തിയെ കണ്ടാൽ ഒരു 35 വയസ്സ് പറയുകയുള്ളൂ. ജീവിതം ഇനിയും കിടക്കുകയല്ലേ. അത് അവർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് മനസ്സിലായി. അവരുടെ കാലുകൾ ഇടയ്ക്ക് കുറേ മണിക്കൂറുകളായിരുന്നു വണ്ടിയിൽ കയറിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയ്യിലുണ്ടായിരുന്ന ബാഗിന്റെ സിപ്പ് തുറന്ന് ആ പഴം അങ്ങോട്ട് പുറത്തെടുത്തു. ബാഗ് മടിയിലുണ്ടായിരുന്നത് കൊണ്ട് സുഖമായി എടുക്കാൻ പറ്റി. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയുമില്ല. എന്നാൽ ഞാനത് പുറത്തെടുത്തതും സാറച്ചെടുത്തി അത് കണ്ടു. അവർ എൻ്റെ മുഖത്ത് നോക്കി ആശ്ചര്യത്തോടെ ചിരിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇതിന്റെ വലുപ്പം കണ്ടിട്ട്. അതെന്താ ഇത്ര വലുത് കണ്ടിട്ടില്ലേ? ഇല്ലടാ, എൻ്റെ വീട്ടിലും ഉണ്ട്, പക്ഷെ ഇത്രയും വലുതായിട്ടില്ല ഇതുവരെ. ആണോ? ഇത് ഞാൻ തന്നെ നട്ടുനനച്ച് വളർത്തി നോക്കുന്നതാ, അതുകൊണ്ടാണ് ഇത്രയും വലുത്. പിന്നെ കഴിക്കാൻ അപാര രുചിയുമാണ്. കഴിച്ചവരെല്ലാം അത് പറയാറുണ്ട്. സാറച്ചെടുത്തി കഴിക്കുന്നോ? ഞാൻ തരട്ടെ? ഇപ്പോഴോ? അതിനെന്താ, ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ചേട്ടത്തി കഴിക്കുന്നേ. എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്, എന്നാലും എനിക്കെന്തോ മടി പോലെ. എന്നാ വേണ്ട, കഴിക്കണ്ട. അങ്ങനെ പറയല്ലേ. എന്നാ കഴിച്ചോ, കൊതി പിടിച്ചിരിക്കാതെ. അങ്ങനെ സാറച്ചേട്ടത്തി ആ പഴം കഴിച്ചു. കഴിച്ചതിന് ശേഷം സാറച്ചേട്ടത്തി പറഞ്ഞു, നല്ല രുചിയുണ്ട്, അതുകൊണ്ട് എത്ര കഴിച്ചാലും മതിയാവില്ല. അതിനെന്താ ചേട്ടത്തി, ഇനിയും വേണമെങ്കിൽ തരാലോ. അതുകൊണ്ട് അവർ ആദ്യയോടെ കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സാറച്ചേട്ടത്തി എന്നെ നോക്കി ചിരിച്ചു. എന്തായി, വിശപ്പ് മാറിയോ? ഞാൻ ചോദിച്ചു. എന്ന് മൂളലിൽ അവരെല്ലാം ഒതുക്കി. അപ്പോഴേക്കും ഇറങ്ങാറായിരുന്നു. മൊബൈൽ നമ്പർ ചോദിക്കാൻ നാവെടുത്തപ്പോഴേക്കും അവരുടെ പുറത്ത് ഒരു കൈ വന്ന് വീണു. സാറാമ്മേ, ഇങ്ങോട്ട് ഇറങ്ങ. പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അവർക്കും എനിക്കും ഒരുപോലെ നിരാശയായി. വണ്ടി നിർത്തി ഞാൻ അവരുടെ പുറകിലായി നടന്നു. സാറച്ചേട്ടത്തിക്ക് മനസ്സിലായി ഞാൻ പുറകിലുണ്ടെന്ന്. ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും അവർ ഒരു ഓട്ടോയിൽ കയറി. രാത്രിയായതുകൊണ്ട് ഞാൻ അവരുടെ പുറകിൽ പോയില്ല. പകരം ഓട്ടോയുടെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്തു. അടുത്ത് കണ്ട ഒരു ലോഡ്ജിൽ മുറി എടുത്തു. കുളിച്ചു. പുറത്തുപോയി തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. തിരിച്ച് റൂമിൽ വന്ന് കിടന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. ലോഡ്ജ് അടുത്തു നിന്നും ബസ്സിലും ഓട്ടോയിലുമായി വില്ലേജ് ഓഫീസിലെത്തി. വില്ലേജ് ഓഫീസിലെ നേരെ കണ്ടൊരു ഹോട്ടലിൽ കയറി ചായ ഓർഡർ ചെയ്തു. ചെറിയ ചായക്കടയാണ്. ചായ കൂടി കഴിഞ്ഞ് ക്യാഷ് മേടിക്കാൻ വന്നത് അവിടുത്തെ ഒരു സ്ത്രീയായിരുന്നു. അവരെ കണ്ടപ്പോൾ സിനിമ നടി സീനത്തിന് ഓർമ്മ വന്നു. ക്യാഷ് കൊടുത്തിട്ട് വില്ലേജ് ഓഫീസ് തുറക്കുന്ന ടൈം ആയോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. 9 മണി കഴിയും എന്ന് അവർ പറഞ്ഞു. വില്ലേജിൽ വന്നതാണോ എന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹം തല കുലുക്കി. എൻ്റെ സാറേ, ഒരു കാര്യങ്ങളും നടത്തി തരില്ല, 10 തവണ നടത്തിക്കുമെന്ന് അവർ എന്നെ ഓർമ്മിപ്പിച്ചു.
സാറിൻ്റെ സംസാരത്തിൽ ഇവിടെയുള്ള ആൾ പോലെ അല്ലല്ലോ എന്ന് അവർ ചോദിച്ചു. ഞാൻ പുതിയതായി ഈ വില്ലേജ് ജോലിക്ക് വന്ന ക്ലർക്കാണ് എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവർ ഷോക്ക് അടിച്ച പോലെ ഒരു നിൽപ്പ്. അയ്യോ സാറ് ക്ഷമിക്കണം, വില്ലേജിൽ ചായയൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്, ആരോടും അവിടെ പോയി പറയല്ലേ, അവർ എന്തൊക്കെയോ പറഞ്ഞിപ്പിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എന്ത് സാധിക്കണമെങ്കിലും അവിടേക്ക് പോയി ഞാൻ നടത്തി തരാം എന്ന് ചുമ്മാ അടിച്ചു. അവർ എന്നെ തന്നെ നോക്കി നിന്നപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ഓഫീസിലെ എല്ലാവരെയും പരിചയപ്പെട്ടു. അടുത്തെവിടെയെങ്കിലും താമസിക്കാൻ ഒരു വീട് ഒപ്പിക്കണം, അതായി എൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ 10 മണി ചായയുമായി നമ്മുടെ കടക്കാരി ചേച്ചി വന്നു. എന്നെ പരിചയപ്പെട്ടു. അവരുടെ പേര് കമല എന്നാണ്. ഞാൻ വീടിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. അവർ ശരിയാക്കി തരാമെന്നും പറഞ്ഞു അവിടെ നിന്ന് പോയി. അങ്ങനെ ആദ്യ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് ലോഡ്ജിൽ തന്നെ വന്നു. കുറച്ച് ദൂരം കൂടുതലുണ്ട് ഓഫീസുമായി. രണ്ടാമത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഓഫീസിൽ എൻ്റെ മുൻപിൽ സാറാമ്മയുടെ കെട്ടിയവൻ വന്നു നിൽക്കുന്നു. എനിക്കാണെങ്കിൽ സന്തോഷത്തിന് മറ്റു എന്ത് വേണം. സാർച്ചേട്ടത്തിയുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും വളച്ച് കയ്യിലെടുക്കാൻ ഞാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. മകളുടെ കോളേജ് അഡ്മിഷന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ആളുടെ വരവ്. ഇവിടെ കുറേയായി സാറെ കയറി ഇറങ്ങുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇത് കൊടുക്കാനുള്ളതാണ്. വില്ലേജ് ഓഫീസർ പറയുന്നത് ഞങ്ങൾക്ക് 2 വീടുള്ളതുകൊണ്ട് വരുമാനം കുറച്ച് തരാൻ പറ്റില്ല എന്നാണ്. അയാൾ നിസ്സംഗതനായി പറഞ്ഞു നിർത്തി. ഞാൻ വില്ലേജ് ഓഫീസിൽ ആയി സംസാരിക്കട്ടെ, സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു തരാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സാറിന് എത്ര തരണം അയാൾ എന്നോട് ചോദിച്ചു. ഞാൻ കൈക്കൂലി ഒന്നും മേടിക്കുന്ന ആളല്ല എന്നും പറഞ്ഞതും അയാൾ വിശ്വാസം വരാതെ എന്നെ നോക്കി നിന്നു. ആ സമയത്താണ് നമ്മുടെ കമല വരുന്നത്. അവർ ഒരു വീടുണ്ടെന്നും കുറച്ച് ദൂരം കൂടുതലുണ്ടെന്നും എന്നോട് പറഞ്ഞു. ദൂരമുള്ള പ്രശ്നമാണല്ലോ, വാടക അല്പം കൂടിയാലും അടുത്തുണ്ടോ എന്ന് നോക്കാമോ കമൽ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെ കമൽ ശ്രദ്ധിക്കുന്നത്. അല്ല, പാപ്പത്തി ചേട്ടനോ? ഇതുവരെ പേപ്പർ കിട്ടിയില്ലേ? അവർ അയാളോട് ചോദിച്ചു. ഇല്ലെന്ന് അയാൾ തലയാട്ടി. ഈ സാർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു നിർത്തി. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. ഞാൻ അപ്പോൾ ഓഫീസറോട് പറഞ്ഞു, ചേട്ടാ വീഡിയോ തെളിവും എനിക്കൊന്ന് കണ്ട് ഇൻസ്പെക്ഷൻ നടത്തിയാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസർ കേൾക്കും, ഉറപ്പായും ശരിയാക്കാം. അയാളുടെ മുഖത്ത് സന്തോഷം പിരിഞ്ഞു. അപ്പോൾ തന്നെ പോകാം, ഒരു 2 കിലോമീറ്റർ അടുത്താണ് എന്നും അയാൾ പറഞ്ഞപ്പോൾ കമല ഇടയിൽ കയറി അയാളോട് പറഞ്ഞു. അല്ല പാപ്പച്ചൻ ചേട്ടാ, ചേട്ടൻ്റെ വീട് ഈ സാറിന് വാടകയ്ക്ക് കൊടുത്തൂടെ? എൻ്റെ കമലെ, എനിക്ക് 100 വട്ടം സമ്മതമാണ്, പക്ഷേ ആ സാറാമ സമ്മതിച്ചില്ല. അത് നടക്കില്ല. എന്തായാലും ഞാൻ സാറിനെ വീട് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരോടൊന്ന് പറഞ്ഞു നോക്കാം. എൻ്റെ മനസ്സിൽ സാർച്ചേട്ടത്തിയുടെ മുഖം തെളിഞ്ഞു. ഉച്ച നേരം ഉള്ള ബ്രേക്ക് ടൈമിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ഉച്ച സമയത്ത് സാറിനോട് വാടക വീട് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആ 1 മണിക്കൂറിനുള്ളിൽ പാപ്പച്ചൻ പോയി സ്മോൾ എന്നടിച്ച് ഓട്ടോയും വിളിച്ചു വന്നു. അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്തി. അത്യാവശ്യം കൊള്ളാവുന്ന ചുറ്റുപാടാണ്. വീടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ചെറിയ വീടുമുണ്ട്. പാപ്പച്ചൻ കോളിംഗ് ബെൽ എടുത്തപ്പോൾ സാറച്ചേട്ടത്തി ഇറങ്ങി വന്നു. എന്നെ കണ്ടതും അവർ ഒന്ന് ഞെട്ടി. അവരുടെ മുഖത്ത് പേടിയും സന്തോഷവും ഒക്കെ മാറി മാറി വന്നു. പുതിയതായി വില്ലേജിൽ വന്ന ഓഫീസറാണെന്നും സ്ഥലം നോക്കി സർട്ടിഫിക്കറ്റ് തരാൻ വന്നതാണെന്നും ഒക്കെ പറഞ്ഞു. എന്നെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് സാറച്ചേട്ടത്തിയുടെ മുഖത്ത് പേടിയൊക്കെ പോയി സന്തോഷം പിരിഞ്ഞത്. ഞാൻ നല്ല ഡീസൻ്റായി തന്നെ നിൽക്കുകയാണ്. അവർ വേഗം പോയി കുടിക്കാൻ ഡ്രിങ്ക്സ് കൊണ്ടുവന്നു. അറിയാത്ത പോലെ എന്നോട് സാറിൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചു. ഞാൻ എറണാകുളമാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ പാപ്പച്ചൻ സാർച്ചേട്ടത്തിയുടെ വീട് വാടകയ്ക്ക് സാർ അന്വേഷിക്കുന്നുണ്ട്, നമുക്കിത് കൊടുത്താലോ എന്ന് സാർച്ചേട്ടത്തിയുടെ അടുത്ത് നിന്ന് രഹസ്യമായി പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കാത്ത മട്ടിൽ നിന്നു. ഓട്ടോയിൽ തന്നെ ഞാൻ ചാരി നിന്നു. തിരിച്ചു മടങ്ങി. സർട്ടിഫിക്കറ്റ് നാളെ വന്ന് മേടിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഓട്ടോ വരുന്ന സമയത്ത് പാപ്പച്ചൻ ഓടി എൻ്റെ അടുത്ത് വന്ന്, സാറേ വീട് സാറിന് വാടകയ്ക്ക് തരാൻ ഒരുക്കമാണെന്ന് എന്നെ അറിയിച്ചു. എന്നാൽ നാളെ ഓഫീസിൽ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് റെഡിയാക്കി ഞാൻ വെച്ച് അവരുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസമെന്നും അറിയിച്ചു. അങ്ങനെ അടുത്ത ദിവസം പാപ്പച്ചൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നു. വാടക കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നാളെ മുതൽ താമസിക്കാൻ വരാം എന്ന് ഞാൻ അറിയിച്ചു. പാപ്പച്ചൻ നന്ദി പറഞ്ഞു പോയി. അടുത്ത ദിവസം ഞാൻ അവധി എടുത്തു. പിന്നെ ലോഡ്ജിൽ ചെന്ന് അവിടെ നിന്ന് ബാഗുമായി ഒരു ഓട്ടോ വിളിച്ചു സാർച്ചേട്ടത്തിയുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ സാറമ്മയും മോളും പാപ്പച്ചനും പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്നെ കണ്ടത് പാപ്പച്ചൻ പറഞ്ഞു, കോളേജ് വരെ പോവുകയാണ്, ഇന്ന് അഡ്മിഷനാണ്, വന്നിട്ട് കാണാൻ സാറേ, നിങ്ങൾ വീടെല്ലാം തുറന്നു തരും. ഞാൻ ഒക്കെ പറഞ്ഞു. പാപ്പച്ചനും മകളും ഞാൻ വന്ന ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ ഞാനും സാറച്ചേട്ടത്തിയും മാത്രം. എന്നെ നോക്കി സാറച്ചേട്ടത്തി പറഞ്ഞു, സാറ് വരൂ. അവർ എന്നെ നോക്കി ചിരിച്ചു. മുഖം അവർ മുൻപിലായി നടന്നു. ആ ചെറിയ വീടിൻ്റെ അകത്തോട്ട് കയറി. ഞാൻ പുറകിലും കയറിയ ഉടൻ ബാഗ് താഴെ വെച്ചു. പിന്നെ എല്ലാം സാർച്ചേട്ടത്തി കാണിച്ചു തന്നു. പുറമേക്ക് ചെറുതാണെങ്കിലും ഉള്ളിൽ നല്ല വിശാലമായ ഒരു കളിസ്ഥലം തന്നെയായിരുന്നു ആ വീട്. ശരിക്കും മേഞ്ഞ് നടക്കാൻ പറ്റിയ സ്ഥലം. ചുറ്റുപാടുമാകെ കാട് കുറിച്ച് കിടക്കുകയാണെങ്കിലും അതൊക്കെ വൃത്തിയാക്കി എടുക്കാമെന്നും സാർച്ചേട്ടത്തി പറഞ്ഞു. അപ്പോൾ കൂടുതൽ വിശാലമായിരിക്കും. എനിക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത സാർച്ചേട്ടത്തുള്ളത് കൊണ്ട് ഭക്ഷണത്തിനൊന്നും ഒരു മുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ചക്കയും മാങ്ങയും എല്ലാം വിളഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാകില്ല എന്ന് സാർച്ചേട്ടത്തി എന്നെ ഉറപ്പ് കൊടുത്തു. അങ്ങനെ 2 വർഷത്തോളം ഞാൻ അവിടെ വിലസി നടന്നു. ഞാൻ കഴിക്കാത്തതും അനുഭവിക്കാത്തതുമായ എല്ലാ കാഴ്ചകളും കാണുകയും രുചിക്കുകയും എല്ലാം ചെയ്തു. പിന്നെ എൻ്റെ കല്യാണം ശരിയായി. എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫറും കിട്ടി. ചെയ്തു തന്നതിനെല്ലാം നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്നും തിരിച്ചു പുതിയൊരു ജീവിതം ഭാര്യയ്ക്കൊപ്പം തുടങ്ങാനായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.